ജീവിത വിജയത്തിന് ഭഗവത്ഗീത. ഇപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കൂട്ടിക്കെട്ടിയേക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ജീവിതം, വേറൊന്ന് വിജയം, ഒന്ന് ഭഗവത്ഗീത. ഇത് 3 നമ്മൾ നോക്കി കാണണം. അപ്പം ഈ ഒരു ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് ഇത്രയും പ്രൗഢമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനോട് എന്താണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്താണ് ഭഗവത്ഗീത എന്നുണ്ട്. എങ്കിലും എന്റെ അടുത്ത വിഷയത്തിലേക്ക് കണക്ട് ചെയ്യേണ്ടത് കാരണം എന്റെ രീതിക്കൊന്ന് ഭഗവത്ഗീത പറയേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പം ഫിലോസഫിക്കലി, ടെക്നിക്കലി നമ്മൾ ഭഗവത്ഗീത എന്താണ് എന്ന് സംസാരിക്കുകയാണെങ്കിൽ ആചാര്യന്മാർ പറയും പ്രസ്ഥാനത്രയത്തിൽ ഒന്നാണ് ഭഗവത്ഗീത എന്ന് പറയും. പ്രസ്ഥാനത്രയത്തിൽ ഒന്നാണ്. എന്താണ്? അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് വേദാന്തത്തില് പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ, ത്രയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 3 അറിയാം. അതില് എന്തൊക്കെയാണ്? ഉപനിഷത്തുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ബ്രഹ്മസൂത്രമുണ്ട്. അതിലൊന്നാണ് ഭഗവത്ഗീത എന്ന് നമുക്കറിയാം. അപ്പം ഈ പ്രസ്ഥാനത്രയം എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്ന് പറയുക. എന്താണെന്ന് ചോദിച്ചാൽ പ്രസ്ഥാനത്രയം എന്താണ്? നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് പ്രസ്ഥാനം ചെയ്യുക എന്നാണ് ഈ പ്രസ്ഥാനത്രയം. പ്രസ്ഥാനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, പ്രസ്ഥീയതയെ അറിയാൻ. എന്താണോ നമ്മളെ അവിടെ എത്തിക്കുന്നത്, that which takes you there, അതാണ് പ്രസ്ഥാനം. ഓക്കെ, അപ്പൊ എവിടെ എത്തിക്കുന്നത്? നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണത് ഈ പ്രസ്ഥാനത്രയം ചെയ്യുക. ഭഗവത്ഗീതയും അത് തന്നെയാണ് ചെയ്യുക. ഉടനെ ഭഗവത്ഗീത എന്താണ് ചോദിക്കുന്നതിനേക്കാളും ഉപരി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കുക, ലക്ഷ്യത്തിലേക്ക് പോകുക എന്നെല്ലാം പറയുന്ന സമയത്ത് ചോദ്യം വരും, എന്താണ് ലക്ഷ്യം എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വാമിജി ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തും. അപ്പൊ എല്ലാവരും പ്രിപ്പയർ ആയി ഇതിന് ആധ്യാത്മിക പ്രഭാഷണം. അപ്പൊ ആധ്യാത്മിക പ്രഭാഷണം കേൾക്കുന്ന ഗ്രൂപ്പില് എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് വേദാന്തം കേൾക്കുന്നവരാണെങ്കിൽ അവർ പറയും മോക്ഷമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയും. ഓ, സ്വാമി സ്ഥിരം ടോപ്പിക്കിലേക്ക് വന്നു, എന്താണ്? മോക്ഷമാണ്. നമ്മള് മോക്ഷം എന്നുള്ള കട്ടി വാക്കുകളോ അല്ലെങ്കിൽ ജീവൻ മുക്തി അല്ലെങ്കിൽ ക്രമമുക്തി, വിദേഹമുക്തി ഇത്യാദി ടെക്നിക്കൽ ടൈമിലേക്ക് ഒന്നും പോകുന്നില്ല. സാധാരണ രീതിയിൽ എന്തായി മോക്ഷം എന്നതുകൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുക എന്ന് പറയാം. കാര്യം അതിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. സന്തോഷത്തോടുകൂടി ഇരിക്കുക, സമാധാനത്തോടുകൂടി ഇരിക്കുക. എങ്ങനെ? വേറെ ഒന്നിന്റെയും ആവശ്യമില്ലാതെയും നമുക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാം. ഈ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ വാക്ക് പറയുന്ന സമയത്ത് എന്താ സ്കോളേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ആചാര്യന്മാര് ചിലപ്പോൾ വഴക്ക് പറയാൻ കാര്യമുണ്ട്. കാര്യം എന്താ വെച്ചാൽ സന്തോഷം നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. കാര്യം എന്താ? സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും എന്താ സന്തോഷത്തിന്റെ എന്താണ് ആലംബനം. ഈ സന്തോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആനന്ദം എന്ന് തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടെ എന്താണ് സന്തോഷം എന്ന് പറയാൻ, മനസ്സിലാക്കാൻ, നമുക്ക് പറയാനും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനത്തെ സന്തോഷമാണ്? വേറെ ഒന്നുമില്ല എങ്കിലും എനിക്ക് സന്തോഷത്തോടുകൂടി, തൃപ്തിയോടുകൂടി, ദുഃഖമില്ലാതെ എന്താണ് ഇന്നത്തെ പിള്ളേർ പറയുന്നതൊക്കെ ചില്ലായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എന്താ മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിന്റെയും ആവശ്യമില്ലാതെ നമ്മള് തൃപ്തിയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെ സാധിക്കുള്ളൂ? നമ്മൾ സത്യത്തിൽ പൂർണ്ണനാണ്, ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് പറ്റുള്ളൂ. പറയുമ്പോൾ നമുക്ക് 2 മിനിറ്റിൽ ഇത് പറയാമെങ്കിലും ചിലപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു തലത്തിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്താണ്? സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്, ആനന്ദത്തോടു കൂടി ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഭഗവത്ഗീത പ്രസ്ഥാനത്രയത്തിൽ ഒന്നായതുകൊണ്ട് തന്നെ ഭഗവത്ഗീത നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ്.